ഹലോ എവരി വൺ, ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന സെമിനാർ എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് മാൻ. നമ്മളെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ഇപ്പം നമ്മളിപ്പോൾ ഉള്ള ഒരു രീതിയിൽ നിൽക്കുന്നത്. ഈ പിക്ചറിൽ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം, ഉണ്ടോ? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ പറയുന്നൊരു കാര്യമാണ്. മങ്കീസിൽ നിന്നാണ് നമ്മൾ ഒറിജിൻ ചെയ്ത് വന്നത്, അല്ലെങ്കിൽ മങ്കീസിന് പരിണാമം സംഭവിച്ച് എവല്യൂഷൻ സംഭവിച്ചിട്ടാണ് ഹ്യൂമൻ ബീങ്സിൽ എത്തി നിൽക്കുന്നത്. നമ്മുടെ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഡ്രയോപിത്തിക്കസ്, രാമാപിത്തിക്കസ്, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് ഫോംസ് ഓഫ് സ്പീഷീസിൽ നിന്നാണ് നമ്മൾ അവസാനം ഈ ഹോമോ സാപ്പിയൻസ്, അതായത് ഹ്യൂമൻ ബീങ്സിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇവിടെ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ഈ ചാപ്റ്ററിൽ ഈ എവല്യൂഷൻ ഓഫ് മാൻ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് ബയോളജിക്കൽ എവല്യൂഷൻ ഓഫ് മാൻ, അതായത് അതിൽ നമുക്ക് അതിൻ്റെ കുറേ എന്താ പറയുക, ഫോസിൽസിനെ പറ്റിയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ പ്രോബ്ലം ഓഫ് ഹ്യൂമൻ ഒറിജിൻ വാസ് ഓൾമോസ്റ്റ് ആബ്സല്യൂട്ട്ലി തിയോളജിക്കൽ വൺ അണ്ടിൽ ദ എൻഡ് ഓഫ് 19th century. അതായത് 19th centuryയുടെ അവസാനം എൻഡ് വരെയൊക്കെ അവിടെ ഒരു വിശ്വസിച്ചിരുന്നൊരു കാര്യമാണ്, ബിലീവ് ചെയ്തിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ഒറിജിൻ എന്ന് പറയുന്ന ഒരു തിയോളജിക്കൽ കൺസെപ്റ്റായിട്ടാണ് കരുതിയിരുന്നത്. അതായത് എന്തോ ഭയങ്കര ദൈവികമായിട്ടുള്ള കാര്യമായിട്ടാണ് കരുതിയിരുന്നത്. നമ്മൾ +2 നമ്മൾ എവല്യൂഷൻ പഠിച്ചപ്പോൾ അതിൽ കുറേ തിയറീസ് നമ്മൾ പഠിച്ചിരുന്നു. അതിന് കൂടുതൽ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ട് അങ്ങനെ കുറേ പല ടൈപ്പ് ഓഫ് തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു 19th centuryയുടെ അവസാനം വരെ വിശ്വസിച്ചിരുന്നത് ഇതൊരു തിയോളജിക്കൽ ആണ്. ഈ നമ്മുടെ എവല്യൂഷൻ എന്ന് പറയുന്നത്, എവല്യൂഷൻ അല്ല, ഒറിജിൻ ഓഫ് മാൻ, മനുഷ്യൻ ഉണ്ടായേക്കുന്ന ഒരു തിയോളജിക്കൽ കൺസെപ്റ്റായിട്ടാണ് അവർ മനസ്സിലാക്കി വെച്ചിരുന്നത്, അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നത്. പക്ഷേ പാലിയോntological ആൻഡ് പ്രീ ഹിസ്റ്റോറിക് എവിഡൻസസിൻ്റെ ഡിസ്കവറിക്ക് ശേഷം, അതായത് പാലിയോntological എവിഡൻസസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോസിൽസ് ഇങ്ങനെ ഓരോ എക്സ്കവേഷൻ്റെ സമയത്ത് ഫോസിൽസുകളും അതുപോലെ തന്നെ മറ്റ് പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാർ താമസിച്ചിരുന്നതിൻ്റെ അടയാളങ്ങൾ, ചിലപ്പോൾ ഹണ്ട് ചെയ്ത മൃഗങ്ങളുടെ ഫോസിലാവാം, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്ത ടൂൾസ് ആവാം, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്ത എന്തെങ്കിലും യുട്ടൻസിൽസിലോ, അങ്ങനെയെങ്കിൽ അവരുടെ എന്തെങ്കിലും ചില കേവ്സിലൊക്കെ ചില റൈറ്റിങ്സ് ഒക്കെ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അങ്ങനത്തെ പ്രീ ഹിസ്റ്റോറിക് എവിഡൻസസിൻ്റെ ഡിസ്കവറി മൂലം ഒരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടി. എന്താണ് ഒറിജിൻ ഓഫ് മാൻ എന്ന് പറയുന്നത് എവല്യൂഷണലാണ്. നമ്മൾ ഈ ഹ്യൂമൻ ബീങ് ആയി നിൽക്കുന്നത് എന്തിൻ്റെയൊക്കെയോ പരിണാമം സംഭവിച്ചാണ് നമ്മളിങ്ങനെ ഹ്യൂമൻ ബീങ് ആയിട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ നമ്മുടെ പാലിയോntological ആൻഡ് പ്രീ ഹിസ്റ്റോറിക് എവിഡൻസസിൻ്റെ ഡിസ്കവറിക്ക് ശേഷം. ഹ്യൂമൻ ബീങ്സ് ബിലോങ്സ് ടു ഓർഡർ പ്രൈമേറ്റ. പ്രൈമേറ്റ്സിലാണ് ഹ്യൂമൻ ബീങ്സ്, ഓർഡർ പ്രൈമേറ്റ്സിലാണുള്ളത്. ആൻഡ് ഓൾ ഹ്യൂമൻസ് ആർ മെമ്പേഴ്സ് ഓഫ് ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞ ഒരു സ്പീഷീസിലാണ് എല്ലാ ഹ്യൂമൻ ബീങ്സും ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. Human is considered to be the dominant species on Earth due to accumulation of achievement and cultural and biological evolution. അതായത് നമ്മുടെ ഈ ഒരു ഭൂമിയിലെ ഡോമിനൻറ്റ് സ്പീഷീസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ് തന്നെയാണ്. അതായത് അതിന് രണ്ട് കാരണങ്ങളോട് പറഞ്ഞേക്കുന്നത്, ഒന്ന് പറയുന്ന അക്യുമുലേഷൻ ഓഫ് അച്ചീവ്മെൻറ്റ്സ്, അതായത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നമുക്ക് ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിയാണ്, നമ്മുടെ ആ ലിംഗ്വിസ്റ്റിക്സ്. അത് വേറെ ഏറ്റവും കൂടുതലായിട്ട് നമ്മളിപ്പം ചില ആനിമൽസ്, അതായത് തത്ത, അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് അവരെ അങ്ങനെ ആക്കിയെടുക്കുന്നത്. പക്ഷെ നമുക്കതൊരു ഇൻബോൺ ആയിട്ടുള്ള ബൈ ബർത്ത് നമുക്ക് കിട്ടുന്ന ഒരു കഴിവാണ് നമുക്ക് ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ള ഒരു കഴിവെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടൂൾസ്, അല്ലെങ്കിൽ നമ്മൾ ഷെൽട്ടർ ഉണ്ടാക്കുന്നു, നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് ഓർഗനൈസ് ചെയ്ത് ഒരു ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ആവാൻ പറ്റുന്നു. സയൻസ്, കൊമേഴ്സ് പോലുള്ളതിൻ്റെയൊക്കെ, ആർട്സ്, ഓരോന്നത്തിലുള്ള അച്ചീവ്മെൻറ്റ്സ്, അതൊക്കെ ഹ്യൂമൻ ബീങ്സിന് പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഹ്യൂമൻ ബീങ്സ് എർത്തിലെ തന്നെ ഒരു ഡോമിനൻറ്റ് സ്പീഷീസാണ്. അതുപോലെ തന്നെ കൾച്ചറൽ ആൻഡ് ബയോളജിക്കൽ എവിഡൻസസ്. ഇപ്പം അതിന് കൾച്ചറൽ എവിഡൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക, നമുക്ക് നല്ല ബ്രെയിൻ കപ്പാസിറ്റി നല്ലതുണ്ട്, നല്ല ഹൈ ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ട്, ലാർജ് ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അപ്രൈറ്റ് ആയിട്ട് നമുക്ക് 2 കാലിൽ നടക്കാൻ പറ്റുന്ന ഒരു കഴിവ്,
പിന്നെ നമുക്കൊരു ഒംനിവോറസ് ഡയറ്റാണ് നമ്മൾ മീറ്റ് ആസ് വെൽ ആസ് വെജിസും നമ്മൾ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടീത്ത് ഉണ്ട് നമുക്ക്. നമ്മുടെ ഫൊറാമൻ മാഗ്നത്തിൻ്റെ പ്രസൻസ്, ക്രേനിയത്തിൻ്റെ താഴെയായിട്ട് ഫൊറാമൻ മാഗ്നത്തിൻ്റെ പ്രസൻസ്, ഇതൊക്കെയാണ് ഹ്യൂമൻ ബീങ്ങിനെ ഒരു ഡോമിനൻറ്റ് സ്പീഷീസ് ആയിട്ട് കാണാനുള്ള കുറച്ച് റീസൺസ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ബയോളജിക്കൽ എവല്യൂഷനിലേക്ക് പോകാം. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ആൻസിസ്റ്റേഴ്സ് ഓഫ് പ്രൈമേറ്റ്സ്. ആൻസിസ്റ്റേഴ്സ് ഓഫ് പ്രൈമേറ്റ്സ് നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബീങ്സ് എല്ലാം ഇൻക്ലൂഡ് ആക്കുന്ന ഒരു ഓർഡറാണ് പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ആൻസിസ്റ്റേഴ്സിനെ കുറിച്ച് നോക്കുവാണ്. അവരുടെ ഏറ്റവും മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ തുടക്കത്തിലുള്ള ആ ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം അല്ല, അവരുടെ ആൻസിസ്റ്റേഴ്സ് ഓഫ് പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത് അവർ ആദ്യമേ നിലത്താണ് താമസിച്ചിരുന്നത്. പക്ഷേ അതിൽ ഫസ്റ്റ് പ്രൈമേറ്റ്സ് ഇപ്പം അവർ ട്രീയിലേക്ക് അവരുടെ ആ ഒരു ലിവിങ് അവർ മാറ്റി. അപ്പം ഗ്രൗണ്ടിലായിരുന്നവർ ട്രീസിലേക്ക് മാറ്റി. ചിലപ്പം എന്തെങ്കിലും എൻവയോൺമെൻ്റലായിട്ടുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് കാരണമായിരിക്കാം അവരങ്ങനെ ട്രീസിലൊക്കെ ലീവ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ ട്രീസിൽ ലീവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർക്ക് ക്ലോസ് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. ക്ലോസ് പറയുമ്പോഴത്തേക്ക് അവർക്ക് മരത്തിൽ ഇങ്ങനെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള നഖരുകൾ, നീളമുള്ള ലോങ് ഫിംഗേഴ്സ് ആൻഡ് ടോസ്, നീളമുള്ള വിരലുകളും കാലിലെയും കയ്യിലെയും വിരലുകൾക്ക് നല്ല നീട്ടം വെച്ചു. അതിന് ക്ലോസ് വന്നു. പിന്നെ അവരുടെ ഐസ് ഇങ്ങനെ ബിഗാൻ ടു ഫേസ് ഫോർവേഡ്. അവരുടെ കണ്ണുകൾ ഇങ്ങനെ നേരെയാകാൻ തുടങ്ങി. കാരണം അവർക്ക് ഈ ബ്രാഞ്ചസ് ടു ബ്രാഞ്ചസ് അവരിങ്ങനെ, നമ്മൾ കുരങ്ങന്മാരുടെ കാര്യത്തിൽ അവർ ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ഇങ്ങനെ ചാടി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ കണ്ണൊക്കെ നേരെ ഇങ്ങനെ ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പ്രൈമേറ്റ്സ് ആർ ഗുഡ് ക്ലൈംബേഴ്സ് ആൻഡ് സം ലൈക്ക് മാൻ ലീവ്സ് ഓൺ ഗ്രൗണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പ്രൈമേറ്റ്സിൻ്റെ ആ ഒരു ഓർഡർ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ പ്രൈമേറ്റ്സും, അതായത് ഇപ്പം ഒറാങ്കൂട്ടാൻ, ഗൊറില്ല, അങ്ങനെ കുറേ മങ്കി സ്പീഷീസ് വരുന്നുണ്ട്. അവരെല്ലാവരും എന്താണ്, ക്ലൈംബേഴ്സാണ്. മോസ്റ്റ് ഓഫ് ദ സ്പീഷീസും ഗുഡ് ക്ലൈംബേഴ്സാണ്. പക്ഷേ ഹ്യൂമൻ ബീങ്സിനെ പോലുള്ള ചില സ്പീഷീസ് ഗ്രൗണ്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എയ്പ്സ്, ദ ക്ലോസസ്റ്റ് റിലേറ്റീവ്സ് ഓഫ് മാൻ. നമുക്കറിയാം ഹ്യൂമൻ ബീങ്സുമായിട്ട് ഏറ്റവും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൈമേറ്റ് സ്പീഷീസാണ് എയ്പ്പ് എന്ന് പറയുന്നത്. പ്രൈമേറ്റ്സിൽ വരുന്നതാണ് ഈ പറഞ്ഞ എയ്പ്സും ഗൊറില്ല, ചിമ്പാൻസി, ഒറാങ്കൂട്ടാൻ, ഗിബ്ബൺ. അതൊക്കെ നമ്മുടെ ഈ പ്രൈമേറ്റ്സിൽ വരുന്നതാണ്. മാൻ്റെ കൂടെ വരുന്ന കുറച്ച് സ്പീഷീസാണ്. അതിൽ ഹോമോ സാപ്പിയൻസിനകത്താണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സ് വരുന്ന ആ ഒരു സ്പീഷീസിലാണ്. അപ്പോൾ ആ ഒരു പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓർഡറിൽ വരുന്നതാണ് ഈ പറഞ്ഞ എല്ലാ ഓർഗാനിസംസും. അപ്പോൾ അതിൽ എയ്പ്സ് ആണ് ഹ്യൂമൻ ബീങ്സുമായിട്ട്, അതായത് സൈസിലും ഫോമിലും ഫിസിയോളജിയിലും ബിഹേവിയറിലൊക്കെ കുറച്ച് സിമിലാരിറ്റീസ് ഉള്ളത് എയ്പ്സിനാണ്. എയ്പ്സ് ആൻഡ് ഹ്യൂമൻ കോൺസ്റ്റിറ്റ്യൂട്ട് ഹോമിനോയിഡ്സ്. അതായത് എയ്പ്സും ഹ്യൂമൻസും ഹോമിനോയിഡ്സ് എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് വരുന്നത്, ഹോമിനോയിഡ്സിലാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. അതിൽ തന്നെ ഗിബ്ബൺസ് ഉണ്ട്, ഒറാങ്കൂട്ടാൻസ്, ചിമ്പാൻസീസ് ആൻഡ് ഗൊറില്ലാസ് ആർ ഓൾസോ പ്രസൻറ്റ്. Gibbons and orangutans are arboreal brachiators. അതായത് ഗിബ്ബൺസും ഒറാങ്കുട്ടാൻസ് ഒക്കെ ആർബോറിയൽ ബ്രാക്കിയേറ്റേഴ്സ് എന്ന് പറയുന്നവർ മരത്തിൽ ആണ്, അവർക്കൊരു ആർബോറിയൽ അഡാപ്റ്റേഷനാണ്. ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ചാടി പോകുന്നൊരു ക്യാരക്ടറാണ് അവർക്കുള്ളത്. ആൻഡ് ദ ഒറാങ്കുട്ടാൻ, ഗൊറില്ല ആൻഡ് ചിമ്പാൻസീസ് വാക്ക് ഓൺ ഗ്രൗണ്ട്. അതായത് അവർ ക്നുക്കിൽ വാക്കേഴ്സ് എന്നാണ് പറയുന്നത്. അവർ ഈ പറഞ്ഞ ചിമ്പാൻസീസും ഗൊറില്ലാസൊക്കെ നമ്മുടെ ഗ്രൗണ്ടിൽ കൂടി നടന്ന് ആണ് അവർ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് ചിമ്പാൻസീസ് ആർ ഗൊറില്ലാസ് ആർ മോർ ഇൻ്റലിജൻറ്റ്. ഈ ചിമ്പാൻസീസിനും ഗൊറില്ലാസിനുമാണ് ഇവരുടെ ഇടയ്ക്ക് ഈ പറഞ്ഞ ബാക്കിയുള്ള ഈ ഗിബ്ബൺ, ഒറാങ്കൂട്ടാൻ, ചിമ്പാൻസീസ്, എയ്പ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളത് ചിമ്പാൻസീസും ഗൊറില്ലയാണ്. The study of DNA sequence have shown that humans are closely related to chimpanzees. ഇവിടെ ക്ലോസസ്റ്റ് റിലേറ്റീവ്സ് ഓഫ് മാൻ നമ്മൾ പറഞ്ഞു എയ്പ്സ് ഒക്കെ.
അങ്ങനെ പറയാൻ കാരണം അവരുടെ DNA സീക്വൻസ് സ്റ്റഡി ചെയ്ത സമയത്ത് ഈ ചിമ്പാൻസിയും ഹ്യൂമൻ ബീങ്സും തമ്മിൽ ഏകദേശം 99% എന്താണ് ഐഡൻറ്റിക്കലാണ് അവർ. 99% ഒരു ഐഡൻറ്റിക്കലാണ് ഹ്യൂമൻ ബീങ്സും ചിമ്പാൻസീസും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോസിൽ ആൻസിസ്റ്റേഴ്സ് ഓഫ് മാൻ. അതായത് ever since the theory of evolution becomes scientifically acceptable, biologists and anthropologists have been trying to find the missing link, and that is species that would bridge the gap between humans and apes, which are the closest relative of man. നമുക്കിപ്പം തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി അക്സെപ്റ്റബിൾ ആണ്. എന്നാലും ബയോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റൊക്കെ എന്താണ് ചെയ്യുന്നത്, ഈ ഹ്യൂമൻ ബീങ്സും എയ്പ്സും തമ്മിലുള്ള ആ ഒരു കണക്റ്റിംഗ് ലിങ്ക്, അവിടെ ഇവർ തമ്മിലുള്ളൊരു ലിങ്ക് ഉണ്ട്, ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തോ കുറേ സ്പീഷീസുകൾ അവിടെ ഉണ്ട്. അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ബയോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റും ഒക്കെ ട്രൈ ചെയ്തിട്ടിരുന്നത്. അവിടെ ഓൾറെഡി നമുക്ക് തിയറി ഓഫ് എവല്യൂഷൻസ്, നമുക്ക് സയൻറ്റിഫിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തിയറി ഓഫ് എവല്യൂഷൻസ് ഉണ്ട്, തിയറീസ് ഉണ്ട്. എന്നാലും അവർ ആ ഒരു ഇടയ്ക്കുള്ള ആ ഒരു ഈ എയ്പ്സും നമ്മുടെ ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള ആ ഒരു കണക്റ്റിംഗ് ലിങ്ക് അവർ ഫൈൻഡ് ചെയ്യാനായിട്ട്, കണ്ടുപിടിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് സം ഇമ്പോർട്ടൻറ്റ് ആൻസിസ്ട്രൽ ഫോം ഓഫ് സാപ്പിയൻസ്, ഹോമോ സാപ്പിയൻസിൻ്റെ തന്നെ കുറച്ച് ആൻസിസ്ട്രൽ ഫോംസിനെ നമുക്ക് നോക്കാം. അതായത് ഹോമോ സാപ്പിയൻസ് ഒറിജിൻ ചെയ്ത് വന്നേക്കുന്ന അവരുടെ കുറച്ച് ആൻസിസ്ട്രൽ ഫോംസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ്, അവരെ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് കൊണ്ടുവന്ന് പാരാപിത്തിക്കസ്, അതായത് പ്രിമിറ്റീവ് പ്രൈമേറ്റ് ആൻസിസ്റ്റർ. പ്രൈമേറ്റിൻ്റെ തന്നെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൻസിസ്റ്ററാണ് പാരാപിത്തിക്കസിൽ വരുന്നത്. സ്മോൾ സ്ക്വറൈൽ ലൈക്ക് ഏർലിയസ്റ്റ് പ്രിമിറ്റീവ് മങ്കി. ഈ ചെറുതാണ് അവർ, വളരെ ചെറുതായിട്ടുള്ള സ്ക്വറൽ ലൈക്ക് ആയിട്ടുള്ള പ്രിമിറ്റീവ് മങ്കി, അല്ലെങ്കിൽ അതാണ് പ്രിമിറ്റീവ് പ്രൈമേറ്റ്സ് ആണ് അവർ. അവർക്ക് കോണിക്കൽ ജോസ് ആണ്, അവിടെ ജോസിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്, കോണിക്കൽ ജോസ് ആണ് അവർക്കുള്ളത്. ആൻഡ് സ്പെഷ്യലി അഡാപ്റ്റഡ് ഫോർ ആർബോറിയൽ മോഡ് ഓഫ് ലൈഫ്. അവർക്ക് ആർബോറിയൽ മോഡ് ഓഫ് ലൈഫ്, അതായത് മരത്തിൽ താമസിക്കാനുള്ള, മരത്തിലാണ് അവർ കൂടുതൽ ടൈമും ഉള്ളത്, അതുകൊണ്ട് അതിനുള്ള ഒരു ആർബോറിയൽ മോഡ് ഓഫ് ലൈഫ്, അതിന് വേണ്ടിയുള്ളൊരു അഡാപ്റ്റേഷൻസും അവർക്കുണ്ട്. They have opposable thumb, forwardly directed eyes and reduced snout. ഒപ്പോസിബിൾ ആയിട്ടുള്ള തമ്പ്, അതായത് നമുക്കുള്ള പോലെ എല്ലാ വിരലിനെയും ഒപ്പോസിബിൾ ആയിട്ടുള്ള, നമ്മുടെ തമ്പെന്ന് പറയുന്ന ഒപ്പോസിബിളാണ്, മറ്റുള്ള എല്ലാ ഫിംഗേഴ്സിനും ഓപ്പോസിറ്റാണ്. അങ്ങനത്തെ തമ്പുണ്ട് ഇവർക്ക്. ഫോർവേഡ്ലി ഡയറക്റ്റഡ് ഐസും റെഡ്യൂസ്ഡ് സ്നൗട്ടും. സ്നൗട്ടൊക്കെ വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ളതാണ് സ്നൗട്ട് എന്ന് പറയുന്നത്. ചെറിയ സ്നൗട്ടായിരിക്കും അവർക്ക് ഉള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊപ്ലിയോപിത്തിക്കസ്, ഫോസിൽസ് ഡിസ്കവേർഡ് ഫ്രം ഈജിപ്റ്റ്. ഇവരുടെ ഫോസിൽസ്, ഈ പ്രൊപ്ലിയോപിത്തിക്കസിൻ്റെ ഫോസിൽസ് നമുക്ക് ഈജിപ്തിൽ നിന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അവർക്ക് ലോവർ ജോയിൽ ടീത്ത് ഉണ്ട്. ആൻഡ് ദ ജോ ഈസ് സ്മോളർ ആൻഡ് മോർ പോയിൻറ്റഡ് ദാൻ ദാറ്റ് ഓഫ് ഗിബൺ. ഗിബണിനേക്കാളും ജോസ് ചെറുതാണ്, എന്നിരുന്നാലും ഗിബണിനേക്കാളും പോയിൻറ്റഡ് ആയിട്ടുള്ള ടീത്താണ് ഇവർക്ക് ഉള്ളത്. കനൈൻസ് വെർ സ്മോളർ. ഇവിടെ കനൈൻസ് എന്ന് പറയുന്നത് സ്മോൾ കനൈൻസ് ആയിരിക്കും. ആൻഡ് ദ ബൂണോഡോൺ ഗ്രൈൻഡേഴ്സ് ഹാഡ് 5 ബൾബോസ് കപ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രയോപിത്തക്കസ് ആണ്. ദർ ആംസ് ആൻഡ് ലെഗ്സ് വെർ ഓഫ് സെയിം ലെങ്ത് ആൻഡ് പോസ്ചർ. അവരുടെ ആംസിനും ലെഗ്സിനും, അതായത് കൈക്കും കാലിനും ഏകദേശം സെയിം ലെങ്ത്താണ്, സെയിം ലെങ്ത്തും പോസ്ചറും, കൈയും കാലും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും ഇവരുടെ. ആൻഡ് ദ ഡെൻ്റൽ ആർച്ച് വാസ് പാരാബോളിക് ആൻഡ് ഡെൻറ്റീഷൻ മോർ മാൻ ലൈക്ക്. അതായത് ഇവരുടെ കൈയും കാലും സെയിം ലെങ്താന്ന് പറഞ്ഞു. ഇവരുടെ ഡെൻ്റൽ ആർച്ച് എന്ന് പറയുന്നത് പാരാബോളിക്കാണ്. പാരാബോളിക് എന്തിലാണ് ഇവരുടെ ഡെൻ്റൽ ആർച്ച് ഇരിക്കുന്നത്. ആൻഡ് ഇവരുടെ ഡെൻറ്റീഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സുമായിട്ട് കുറച്ച് സാമ്യമുണ്ട് ഇവരുടെ ഡെൻറ്റീഷന്. ആൻഡ് ഇറ്റ് വാസ് ബ്രാക്കിയേറ്റർ സ്വിങ്ങിങ് വിത്ത് ആംസ് ഓൺ ദ ട്രീ ബ്രാഞ്ചസ്. ഈ മരത്തിൽ അവരുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആടിയാണ് ഇവർ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്.
സിവാപിത്തക്കസ് ആൻഡ് ഈസ് ബിലീവ് ടു ബി ദ ഡയറക്റ്റ് ആൻസിസ്റ്റർ ഓഫ് റാമാപിത്തിക്കസ്. റാമാപിത്തിക്കസിൻ്റെ ആൻസിസ്റ്റർ എന്ന് പറയുന്നതാണ് ഈ സിവാപിത്തിക്കസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റാമാപിത്തിക്കസ്. ഫേസ് വാസ് ഷോർട്ട് ആൻഡ് ജോ അലൗഡ് സൈഡ് വേസ് മോഷൻ. ഇവരുടെ ഫേസ് വളരെ ചെറിയ ഫേസ് ആണ്. ആൻഡ് ജോസ് എന്ന് പറയുന്നത് ജോസ് ഇങ്ങനെ സൈഡ് വേസ് മോഷൻ, സൈഡിലേക്ക് ഇങ്ങനെ അനക്കാൻ പറ്റും അവരുടെ ജോസ്. നമുക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് അവിടെ ജോസ് സൈഡ് വേസ് മോഷൻ അലോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെൻറ്റൻ വാസ് ഹ്യൂമൻ ആൻഡ് പാലേറ്റ് ആർച്ച്ഡ്. ഡെൻറ്റേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിൻ്റെ പോലെ തന്നെ ഡെൻറ്റേഷനും പാലേറ്റ് നമ്മുടെ ടോപ്പ് റൂഫ് എന്ന് പറയുന്നത് മൗത്തിൻ്റെ ടോപ്പ് റൂഫ് ആർച്ച്ഡ് ആണ്. ഇൻസിസേഴ്സ് ആൻഡ് കനൈൻസ് വെയർ സ്മോൾ. ചെറിയ ഇൻസിസേഴ്സും കനൈൻസും ഫ്രണ്ടിലുള്ള ടീത്തൊക്കെ ചെറുതാണ്. ഗ്രൈൻഡിങ് ടീത്ത് എന്ന് പറയുന്നത് ലാർജ് ആൻഡ് ബ്രോഡ് ആയിരിക്കും വിത്ത് തിക്ക് ഇനാമൽ. റാമാപിത്തിക്കസ് റെപ്രസെൻറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എവല്യൂഷണറി ഡൈവേർജൻസ് ഓഫ് ഹ്യൂമൻ ബീങ്സിൻ്റെ എവല്യൂഷണറി ഡൈവേർജൻസിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് റാമാപിത്തിക്കസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ആ ഒരു ഹ്യൂമൻ ബീങ്സിൻ്റെ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ സ്പീഷീസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ആസ്ട്രലോപിത്തിക്കസ്, ദ മാൻ ഏപ്പ് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്തെടുത്ത ഏപ്പ് ലൈക്ക് മാൻ, അതാണ് ആസ്ട്രലോപിത്തിക്കസ് എന്ന് പറയുന്നത്. ആസ്ട്രലോപിത്തിക്കസ് ആഫ്രിക്കാനസ് റെപ്രസെൻറ്റ്സ് എ നെക്സ്റ്റ് നോൺ സ്റ്റെപ്പ് ഇൻ ഹ്യൂമൻ എവല്യൂഷൻ. നമ്മൾ പറഞ്ഞു റാമാപിത്തിക്കസ് ആണ് ഫസ്റ്റ് ഇതെന്ന് പറയുന്നത്. ഫസ്റ്റ് എവിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ എവല്യൂഷൻ്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്ന എവല്യൂഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് റാമാപിത്തിക്കസ് എന്ന് പറഞ്ഞു. അതിൽ നെക്സ്റ്റ് ആണ് ആസ്ട്രലോപിത്തിക്കസ്. അതിൽ തന്നെ ആസ്ട്രലോപിത്തിക്കസ് ആഫ്രിക്കാനസ് എന്ന് പറയുന്ന ആ ഒരു സ്പീഷീസാണ്, അതാണ് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തത്. അതിന് നമുക്ക് എന്താണ് ആഫ്രിക്കയിൽ നിന്നാണ് ഇതിൻ്റെ ഫോസിൽ റിമൈൻസ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് അവിടെ ഈ ഒരു ഫോസിൽ റിമൈൻസ് എന്ന് പറയുന്നത് ഏർലി പ്ലീസ്റ്റോസീൻ ഇറയിൽ ഉള്ളതാണ്. നമുക്ക് കുറേ ഇറാസായിട്ട് നമ്മളിപ്പോൾ മീസോസോയിക് ഇറ അങ്ങനെയുള്ള കുറേ ഇറാസായിട്ട് നമ്മുടെ ഈ കാലഘട്ടത്തെ തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏർലി പ്ലീസ്റ്റോസോയിക് ഇറയിൽ ഉള്ളതാണ് ഈ ഓസ്ട്രലോപിത്തിക്കസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ വെയ്ഡ് 40 to 60 pounds. അവരുടെ വെയിറ്റ് എന്ന് പറയുന്നത് 40 to 60 pounds ആണ്. ബൈപ്പഡൽ ഫോം ഓഫ് പ്രൈമേറ്റ്സ് ആണ്, അതായത് വാക്ക് ചെയ്യുന്ന ടൈപ്പ്, രണ്ട് കാലിൽ നടക്കുന്ന എന്താണ്. ആൻഡ് ദേ വാക്ക്ഡ് ഇൻ ആൻ ഇറക്റ്റ് പോസ്റ്റർ. ഹ്യൂമൻ ബീങ്സ് നടക്കുന്ന പോലെ ഇറക്റ്റ് നിവർന്നാണ് അവർ നടക്കുന്നത്. ഡിസ്റ്റിങ് ലംബാർ കർവ് ആൻഡ് ഹ്യൂമൻ ലൈക്ക് ടീത്ത്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലംബാർ കർവും ഉണ്ട്, ഹ്യൂമൻ ലൈക്ക് ടീത്തുമാണ് ഇവർക്ക് ഉള്ളത്. ഹാസ് ജോസ് ആൻഡ് ടീത്ത് ലാർജർ ദാൻ മോഡേൺ മാൻ. മോഡേൺ മാനേക്കാളും വലിയ ജോസും ടീത്തൊക്കെയാണ് ഇവർക്ക് ഉള്ളത്. ആൻഡ് ഹാഡ് ബ്രെയിൻ ഇവർക്ക് ബ്രെയിൻ ഉണ്ട്. ആൻഡ് ഇവരുടെ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 450 to 700 cc ആണ്. ആൻഡ് ദേ ലിവ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ദേ യൂസ് ടൂൾസ് മെയ്ഡ് ബൈ ചിപ്പിംഗ് പെബിൾസ് വെച്ചിട്ടുള്ള ടൂൾസാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ഇവർ ഗ്രൂപ്പായിട്ടാണ് താമസിച്ചിരുന്നത്. പിന്നെ ഇവരിപ്പം ഈ ടൂൾസ് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ ഹണ്ടേഴ്സ് ആയിരുന്നു. ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ കൂടുതലും നമ്മൾ ടൂൾസ് യൂസ് ചെയ്യുന്നത്. പിന്നീട് കണ്ടുപിടിച്ച വേറൊരു നമ്മുടെ ആസ്ട്രലോപിത്തിക്കസ് ആഫ്രിക്കാൻസിന് ശേഷം കണ്ടുപിടിച്ച വേറൊരു സ്പീഷീസാണ് ആസ്ട്രലോപിത്തിക്കസ് റോബസ്റ്റസ് എന്ന് പറയുന്നത്. അവർക്ക് ഏകദേശം 150 to 200 pounds ആണ് അവരുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അവർ ഈ പറഞ്ഞ പോലെ ഇറക്റ്റായിട്ട് നടക്കുന്നു. എയ്പ്സുമായിട്ട് സിമിലർ ആയിട്ടുള്ള ബ്രെയിൻ കപ്പാസിറ്റി തന്നെയാണ് ഇവർക്ക് ഉള്ളത്. 1974 ഡൊണാൾഡ് ജോൺസൺ ആണ് ഒരു ഫീമെയിൽ ഹോമിനിഡിൻ്റെ ഫോസിൽ സ്കെലട്ടൺ ഡിസ്കവർ ചെയ്തു എത്യോപ്യയിൽ നിന്ന്. എന്നിട്ട് അതിന് ലൂസി എന്നും നെയിം ചെയ്തു. അവർ ഒരു ഫീമെയിൽ ഹോമിനിഡ് സ്കെൽറ്റന് കിട്ടി അവർക്ക്. അതിനെ അവർ ലൂസി എന്നാണ് നെയിം ചെയ്തത്. ആൻഡ് ദ വാക്കിംഗ് അപ്രൈറ്റ് ലൈക്ക് ഹ്യൂമൻ ബിക്കോസ് ഓഫ് ദ പർട്ടിക്കുലർ ഷേപ്പ് ഓഫ് ഹിപ്പ് ആൻഡ് നീസ്. അവരുടെ ഹിപ്പിനും നീസിനും ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഉള്ള ബോൺസാണ് അവർ എക്സ്കവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവർ ഡിസ്കവർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന കുറേ ഫോസിൽ എവിഡൻസ് ആണ്, കുറേ ബോൺസാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ഫുള്ളി ഹോൾ ബോഡി അവർക്ക് ഡിസ്കവർ ചെയ്താൻ സാധിച്ചില്ല. പക്ഷേ ചില പാർട്സ് ഞാൻ അപ്പുറത്തെ സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇമേജ്.
അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ അവർക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് ഇറക്റ്റായിട്ട്, അതായത് ഹ്യൂമൻ ബീങ്സ് നടക്കുന്ന പോലെ അപ്രൈറ്റായിട്ട് അവർക്ക് നടക്കാൻ സാധിച്ചത് ഈ പറഞ്ഞ പോലെ പർട്ടിക്കുലർ ഷേപ്പിലുള്ള ഹിപ്പ് ബോണും നീസൊക്കെ ഉള്ളത് കൊണ്ടാണ്. കണ്ടോ, ഇതാണ് ആസ്ട്രലോപിത്തിക്കസ്. ഇതവരുടെ സ്കള്ളാണ്, ആസ്ട്രലോപിത്തിക്കസിൻ്റെ സ്കള്ളാണിത്. പിന്നെ ഇതേണ്ടോ ഈ കാണിച്ചേക്കുന്നതാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്ത അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്തെടുത്ത ആ സ്കെലിട്ടൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോമോ ഹാബിലസ്, ദ ഹാൻഡിമാൻ. Remains of Homo habilis is discovered by Leakey and is seen associated with the stone tools. ലീക്കി ആണ് ഈ ഹോമോ ഹാബിലിസിൻ്റെ ഫോസിൽസ് ഐഡൻറ്റിഫൈ ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് സീൻ അസോസിയേറ്റഡ് വിത്ത് സ്റ്റോൺ ടൂൾസ്. ഇതിൻ്റെ കൂടെ സ്റ്റോൺ ടൂൾസും നമുക്ക് കാണാൻ സാധിച്ചു. കല്ല് കൊണ്ടുള്ള ചെറിയ ചെറിയ ആയുധങ്ങളും ഇതിൻ്റെ കൂടെ കാണാൻ സാധിച്ചു. ആൻഡ് ദ സ്പീഷീസ് ക്ലിയർലി ഡെമോൺസ്ട്രേറ്റ് ദ എക്സ്പാൻഷൻ ഓഫ് ബ്രെയിൻ സൈസ് ആൻഡ് ദാറ്റ് presages the development of those characteristically human attributes, intellectual and linguistic power and fine manipulative skills. ഈ സ്പീഷീസിൽ മുമ്പത്തെ സ്പീഷീസിനേക്കാളും അവരുടെ ബ്രെയിൻ സൈസ് കുറച്ചുകൂടി എക്സ്പാൻഡഡ് ആണ്. അപ്പോൾ അത് മീൻ ചെയ്യുന്നത് അവർക്ക് കുറച്ചുകൂടി ഇൻ്റലക്ച്വൽ ആണ്, അവർക്ക് കുറച്ചുകൂടി ലിംഗ്വിസ്റ്റിക് പവർ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ മാനിപ്പുലേറ്റീവ് സ്കിൽസ്, ഫൈൻ മാനിപ്പുലേറ്റീവ് സ്കിൽസ് ഒക്കെ ഉള്ളത്. അത് അവരുടെ ബ്രെയിൻ സൈസിൽ നിന്നാണത് എന്നൊക്കെ മനസ്സിലായത്. ആൻഡ് ദിസ് പ്രോസസ് ഓഫ് ബീയിങ് ഹ്യൂമൻ ഇൻ എ ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ സീൻ ഈസ് ഓഫൺ കോൾഡ് ആസ് ഹോമനൈസേഷൻ. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിന്, അതായത് ഹ്യൂമൻ ബീയിങ്ങിനെ ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ സീൻസിൽ ഇൻവോൾവ് ആകുന്ന ഒരു പ്രോസസ്സിനെയാണ് ഹോമനൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് സ്കെലറ്റൽ ഫീച്ചർ ഓഫ് ഹോമോ ഹാബിലിസ് ഈസ് സിമിലർ ടു ആസ്ട്രലോപിത്തിക്കസ് ആഫ്രിക്കാനസ്. ഈ ഹോമോ ഹാബിലിസിൻ്റെ സ്കെലറ്റൽ ഫീച്ചർ എന്ന് പറയുന്നത് ആസ്ട്രലോപിത്തിക്കസുമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. ആൻഡ് ദേ ഹാഡ് ലെസ് പ്രൊട്രൂഡിങ് ഫേസ് ആൻഡ് ക്രേനിയൽ കപ്പാസിറ്റി സ്ലൈറ്റ്ലി ലെസ് ദാൻ മോഡേൺ മാൻ. ഈ പിക്ചർ നോക്കുമ്പോൾ നമുക്കറിയാം അവരുടെ ഫേസ് അധികം പ്രൊട്രൂഡഡ് അല്ല. ചില സ്പീഷീസിൽ അവരുടെ ഫേസ് ഇങ്ങനെ ഫ്രണ്ടിലേക്കൊക്കെ ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾ മറ്റേ ഇതിൻ്റെ ആസ്ട്രലോപിത്തിക്കസിൻ്റെ ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ ആ ഒരു സ്നൗട്ടും ആ ഫേസൊക്കെ ഇങ്ങനെ ഇച്ചിരി പ്രൊട്രൂഡഡ് ആണ് ഫ്രണ്ടിലേക്ക്. പക്ഷെ അതുപോലെയല്ല ഈ ഹോമോ ഹാബിലിസിൻ്റെ. ഇനി അവർക്ക് കുറച്ചുകൂടി മോഡേൺ മാനിനേക്കാളും കുറവായിരിക്കും, എന്നാലും കുറച്ചുകൂടി ബ്രെയിൻ കപ്പാസിറ്റി ഏർലിനേക്കാളും കൂടുതലായിരിക്കും. ആൻഡ് ഹോമോ ഹാബിലിസ് റെപ്രസെൻറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടു ഹ്യൂമൻ എവല്യൂഷൻ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ട്രാൻസിഷൻ ഫ്രം ആസ്ട്രലോപിത്തിക്കസ് ടു ഹോമോ ഇറക്ടസ്. ആസ്ട്രലോപിത്തിക്കസ് നിന്ന് ഹോമോ ഇറക്ടസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഫേസ് ആണ്, ഹ്യൂമൻ എവല്യൂഷനിലെ ഒരു ട്രാൻസിഷൻ ഫേസ് ആണ് ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോമോ ഇറക്ടസ് ആണ്. ഹോമോ ഇറക്ടസ്, ഇവിടെ ഇതിൻ്റെ പിക്ചർ രണ്ടിൻ്റെ സെയിം ആയിപ്പോയി. ഈ പിക്ചർ അല്ല കേട്ടോ അതിന്. ഫോസിൽസ് ഫൗണ്ട് ഇൻ ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ചൈന ഇൻ ദ ലേറ്റ് പ്ലീസ്റ്റോസീൻ പീരീഡ്. അതായത് ഇതിൻ്റെ ഫോസിൽസ് നമ്മൾക്ക് ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ചൈന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെ ഫോസിൽസ് നമുക്ക് കിട്ടിയത്. ആൻഡ് കണ്ടെയ്ൻസ് സ്പെസിമെൻസ് സച്ച് ആസ് ജാവ മാൻ ആൻഡ് പീക്കിംഗ് മാൻ. ഈ ഹോമോ ഇറക്ടസിലെ രണ്ട് സ്പീഷീസാണ് ജാവ മാൻ ആൻഡ് പീക്കിംഗ് മാൻ. ജാവ മാൻ അല്ലെങ്കിൽ പിത്തിക്കാൻത്രോപ്പസ് എറക്ടസ്, പീക്കിംഗ് മാൻ എന്ന് പറയുന്നത് സിനാത്രോപ്പസ് പെക്കിനെസിസ്. ഈ രണ്ട് സ്പീഷീസും ഈ ഹോമോ ഇറക്ടസിലുള്ളതാണ്. ജാവ മാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ദേ ഹാവ് റിസീഡിങ് ഫോർഹെഡ് ആൻഡ് ഹെവി ജോസ്. അവർക്ക് ചെറിയ ഫോർഹെഡാണ്, അതുകൊണ്ട് ജോസ് എന്ന് പറയുന്നത് ഹെവി ആയിരിക്കും. ആ സ്കള്ളിൽ നോക്കുമ്പോൾ അറിയാം, ഫോർഹെഡ് എന്ന് പറയുന്നത് ആ നെറ്റി ആ ഒരു ഭാഗമാണ്. അത് അതിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് ചെറുതാണ്, ചെറിയ ടൈപ്പ് കുറഞ്ഞ നെറ്റിയാണ്. പിന്നെ ഹെവി ആയിട്ടുള്ള ജോസ് ഉണ്ട് ഇവർക്ക്. ക്രേഡിയം വാസ് ലോങ് ആൻഡ് ലോ ആൻഡ് ഫ്ലാറ്റൻഡ് അറ്റ് ഫ്രണ്ട് ഓർ ബാക്ക്. ക്രേഡിയം എന്ന് പറയുന്നത് ലോങ് ആണ് ആൻഡ് ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്ക് പോർഷനിൽ ഇത്തിരി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള രീതിയിലാണ് ക്രേഡിയം കാണുന്നത്. ഫേസ് വാസ് ഷോർട്ട് ആൻഡ് നെയ്സൽ അപ്പറേച്ചർ പ്രൊജക്റ്റഡ് ഫോർവേഡ്സ്. ഇവരുടെ ഫേസ് എന്ന് പറയുന്നത് ഷോർട്ടായിരിക്കും. കണ്ടോ, മുഖം എന്ന് പറയുന്നത് കുഞ്ഞു മുഖമാണ്. ആ സ്കള്ളിൽ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും കുഞ്ഞു മുഖമാണ് ഇവർക്ക്. ആൻഡ് നെയ്സൽ അപ്പറേച്ചർ പ്രൊജക്റ്റഡ് ഫോർവേഡ്.
നെയ്സൽ അപ്പറേച്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇവിടെയാണ് ഹ്യൂമൻ എക്സ്റ്റേണൽ നോസിൻ്റെ പ്രസൻസ് ആദ്യമായിട്ട് വരുന്നത് ഈ ഹോമോ ഇറക്ടസിലാണ്. അതാണ് ആ ഒരു നെയ്സൽ അപ്പറേച്ചറിൻ്റെ ആ ഒരു നെയ്സൽ അപ്പറേച്ചർ ഉണ്ടെന്ന് പറയുന്നത്. പ്രൊനൗൺസ്ഡ് ബ്രോ റിഡ്ജസ്, അവിടെ ഐബ്രോസിൻ്റെ ആ റിഡ്ജസ് എന്ന് പറയുന്നത് കുറച്ച് ഭയങ്കര കട്ടിയുള്ള കുറച്ചുകൂടി പ്രൊനൗൺസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പ്രൊട്രൂഡിങ് ആയിട്ടുള്ളതാണ്. ആൻഡ് അവരുടെ അവരുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 feet ആണ്. ആൻഡ് ദർ വെയ്റ്റ് ഈസ് 70 kilogram. ആൻഡ് ഹ്യൂമൻ ലൈക്ക് സ്കെലട്ടൺ ആൻഡ് വാക്ക് അപ്രൈറ്റ്. ഹ്യൂമൻ ബീങ്സുമായിട്ട് സിമിലർ ആയിട്ടുള്ള സ്കെലട്ടൺ ആണ് ഇവർക്ക്. ഹ്യൂമൻ ബീങ്സ് നടക്കുന്ന പോലെ അപ്രൈറ്റ് ആയിട്ടാണ് ഇവർ നടക്കുന്നത്. ഇതിൻ്റെ ക്രേനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 970 cc ആണ്. ആൻഡ് ദ ലീവ്ഡ് ഇൻ കേവ്സ്, അവർ ഗുഹയിലാണ് താമസിച്ചിരുന്നത്, ഗുഹകളിലാണ് അവർ ഗ്രൂപ്പായിട്ട് താമസിച്ചിരുന്നത്. ആൻഡ് ദേ മെയ്ഡ് ഫയർ ആൻഡ് ബ്രോട്ട് ഇറ്റ് ഇൻഡോസ് ടു കുക്ക് ഫുഡ് ഓർ സ്പ്ലിറ്റ് സ്റ്റോൺസ്. ഇവരാണ് ഈ ഹോമോ ഇറക്ടസ് ആണ് ഫയർ കണ്ടുപിടിക്കുകയും അത് ഫുഡ് കുക്ക് ചെയ്യാനും ഓരോ വെപ്പൺസ് ഉണ്ടാക്കാനായിട്ടൊക്കെ അവർ യൂസ് ചെയ്തത്. ഈ ഒരു ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത് ദി സ്റ്റേജ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ഈസ് കോറിലേറ്റഡ് വിത്ത് ദ colonization and migration to colder areas and communal living in caves. ഇവർ കേവ്സിലാണ് താമസിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ അവർ ഗ്രൂപ്പായിട്ടാണ് താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ ഒരു കൊളോണൈസേഷൻ, ഒരു കോളനീസ് ഫോം ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് വരുമ്പോഴത്തേക്കും ഫേവറബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും, ഇപ്പോൾ അങ്ങനെ ഒരു മൈഗ്രേഷൻ കൊളോണൈസേഷൻ ഒക്കെ ഫോം ചെയ്തത് ഈ ഒരു ഹോമോ ഇറക്ടസിൻ്റെ ടൈമിലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോമോ നിയാന്തർതാലൻസിസ്, നിയാന്തർത്തൽ മെൻ. ദർ ഫോസിൽസ് ഡിസ്കവേർഡ് ഇൻ നിയാണ്ടർ വാലി ഓഫ് ജർമ്മനി. ജർമ്മനിയിലെ നിയാണ്ടർ വാലിയിൽ നിന്ന് ഡിസ്കവർ ചെയ്തുകൊണ്ടാണ് നിയാന്തർതാൽ മാൻ എന്ന് പറയുന്നത്. ഷോർട്ട് സ്റ്റോക്കി വിത്ത് ഹെവി ജോസ്. ഇവരുടെ ഒരു ബോഡിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഷോർട്ട് ആൻഡ് സ്റ്റോക്കിയാണ്. വളരെ പൊക്കം കുറഞ്ഞ ടൈപ്പാണ്. പൊക്കം കുറഞ്ഞിട്ട് ഭയങ്കര ദൃഢമായിട്ടുള്ള ബോഡിയാണ് ഇവർക്കുള്ളത്. വിത്ത് ഹെവി ജോസ്, ഒരു ജോസ് എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആയിരിക്കും. വിത്ത് റിസീഡിങ് ചിൻ, ചെറിയ ചിന്നായിരിക്കും കവള്. വിത്ത് ആൻ ഇറക്റ്റ് സ്റ്റാൻസ് ആൻഡ് ഹാൻഡ്സ് യൂസ്ഡ് ലൈക്ക് മാൻ. ഹ്യൂമൻ ബീങ്സിനെ പോലത്തെ ഹാൻഡ്സ് ആണ്. പിന്നെ ഇറക്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഇവർക്കുള്ളത്, ഒരു സ്ട്രെയിറ്റ് പോസ്റ്ററാണ്. ബ്രെയിൻ വാസ് ബിഗ് ആൻഡ് വിത്ത് ക്രേനിയൽ കപ്പാസിറ്റി 1415 cc. ഇവിടെ ബ്രെയിൻ കുറച്ച് ബിഗ് ആയിട്ടുള്ള ബ്രെയിനാണ്. പിന്നെ ഇവിടെ ക്രേനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1415 cc ആണ്. ആൻഡ് ദേ ലീവ്ഡ് ഇൻ കേവ്സ്, മെയ്ഡ് സിമ്പിൾ ടൂൾസ്, ഡഗ് പിറ്റ്സ് ടു ട്രാപ്പ് ലാർജ് ആനിമൽസ് ആൻഡ് ഈവൻ കാനിബാലിസ്റ്റിക്. ദേ ബറിഡ് ഡെഡ് ബോഡീസ്. അതായത് ഇവർ കേവ്സിലാണ് താമസിച്ചിരുന്നത്. നമ്മൾ ഹോമോ ഇറക്ടസിൽ തന്നെ പറഞ്ഞു, അവിടെയും അവർ കേവ്സിലാണ് താമസിച്ചത്. അതുപോലെ തന്നെയാണ് നിയാന്തർതാൽമാൻസും, അവരും കേവ്സിലാണ് താമസിച്ചിരുന്നത്. പിന്നെ ഇവർ സിമ്പിൾ ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി. സിമ്പിൾ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാർജ് ആനിമൽസിനെയൊക്കെ ട്രാപ്പ് ചെയ്യാൻ ഇവർ കുഴിയൊക്കെ കുഴിച്ചിട്ട് അങ്ങനെ ആ ഒരു രീതിയൊക്കെ അവർ യൂസ് ചെയ്തു. പിന്നെ ഇവർ കാനിബാലിസ്റ്റിക് ആണ്, അതായത് മറ്റുള്ള ഹ്യൂമൻ ബീങ്സിൻ്റെ, അതായത് നരഭോജികളെന്ന് പറയും. അതായത് ഹ്യൂമൻ ബീങ്സിന് തന്നെ ഫ്ലഷ് ഇവർ കഴിക്കും, അവർ ഫീഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ഇവരുടെ ഡെഡ് ബോഡീസിനൊക്കെ ബറി ചെയ്യാനായിട്ട് തുടങ്ങി. നേരത്തെ മുമ്പുള്ളവരൊക്കെ എന്നത്തേക്കും മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മൃഗങ്ങളെ പോലെ തന്നെ അതിങ്ങനെ ഉപേക്ഷിച്ച് അവിടെ ഇവിടെ കിട്ടേക്കും. പക്ഷേ അങ്ങനെ ഡെഡ് ബോഡീസിനൊക്കെ അവർ മറവ് ചെയ്യാനായിട്ട് തുടങ്ങി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രോ മാഗ്നൻസ് എന്ന് പറയുന്നത് ദർ ഫോസിൽസ് വർ ഡിസ്കവേർഡ് ഇൻ ഫ്രാൻസ് ഇൻ 1868. 1868 ഫ്രാൻസിലാണ് ഇവരുടെ ഫോസിൽസ്, ഈ ക്രോ മാഗ്നൻസിൻ്റെ ഫോസിൽസ് ഐഡൻറ്റിഫൈ ചെയ്തത്. ദർ 150 centimeter tall വിത്ത് റൗണ്ടഡ് ഫോർഹെഡ്, ഡിസ്റ്റിങ്ക്റ്റ് ചിൻ, നാരോ നോസ് ആൻഡ് ബ്രോഡ് ഫേസ്. അതുകൊണ്ട് ഈ പിക്ചർ നോക്കുമ്പോൾ നമുക്കറിയാം അവരുടെ ഹൈറ്റ് 150 centimeter, അത്യാവശ്യം നല്ല ഹൈറ്റ് വയ്ക്കുന്ന എന്താണ്. ആൻഡ് വിത്ത് റൗണ്ടഡ് ഫോർഹെഡ്, ഇവിടെ ഫേസ് തന്നെ റൗണ്ട് ഫേസ് ആണ് ഇവർക്കുള്ളത്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു ചിഹ്നമുണ്ട് ഇവർക്ക്. ചെറിയ നാരോ നോസാണ്, ബ്രോഡ് ഫേസ്, ഒരു ബ്രോഡായിട്ടുള്ള ഫേസും ഉണ്ട് ഇവർക്ക്. ദ വാക്ക് ഇറക്റ്റ് ആൻഡ് വെർ സ്വിഫ്റ്റ് ഫൂട്ടഡ്, അതായത് ഇവർക്ക് ഇറക്റ്റായിട്ടാണ് ഇവർ നടക്കുന്നത്, ഭയങ്കര സ്പീഡിൽ ഇറക്റ്റായിട്ടാണ് ഇവർ വാക്ക് ചെയ്യുന്നത്, ഭയങ്കര സ്പീഡുമാണ് ഇവർക്ക്, സ്വിഫ്റ്റ് ഫൂട്ടഡ് ആണ്. ആൻഡ് ക്രേനിയൽ കപ്പാസിറ്റി ഈസ് അബൌട്ട്
1650. നമ്മുടെ നിയാന്തർത്തൽ മെന്നേക്കാളും കുറച്ചുകൂടി കൂടുതൽ ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ട്. 1615 cc ആണ് ഇവിടെ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദേ ലീവ്ഡ് ഇൻ കേവ് ആൻഡ് ദേ വർ എക്സ്പേർട്ട് അറ്റ് ഹണ്ടിങ്, പെയിൻറ്റിങ് ആൻഡ് ബിക്കം ഫാമേഴ്സ് ആൻഡ് മെറ്റൽ വർക്കേഴ്സ്. അവരും ഈ പറഞ്ഞ പോലെ കേവ്സിലാണ് അവർ താമസിച്ചിരുന്നത്. ആൻഡ് ദേ വർ എക്സ്പേർട്ട് അറ്റ് ഹണ്ടിങ്. ഹണ്ട് ചെയ്യാനായിട്ട് അവർ എക്സ്പേർട്ടാണ്. ഇവർ ഹണ്ട് ചെയ്താണ് ഇവർ ജീവിച്ചിരുന്നത്. പിന്നെ അവർ പെയിൻറ്റ് ചെയ്യുമായിരുന്നു. ആൻഡ് ദേ ബിക്കം ഫാമേഴ്സ് ആൻഡ് മെറ്റൽ വർക്കേഴ്സ് ഓഫ് ഈജിപ്റ്റ്. അവർ ഫാമേഴ്സും അതുപോലെ തന്നെ ആ ഈ ഒരു ടൈമിലാണ് ഫാമിംഗ് അല്ലെങ്കിൽ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവർ ഫാമേഴ്സുമായിരുന്നു. പിന്നെ ചെറിയ മെറ്റൽ വർക്ക്സ് ഇവർ നടത്താൻ തുടങ്ങി. ഓൾറെഡി നേരത്തെ ഫയർ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. മറ്റേ ഹോമോ ഇറക്ടസിൻ്റെ ടൈമിൽ അവർ ഫയർ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം അവർ മെറ്റൽ വർക്ക് ചെയ്യാൻ തുടങ്ങി, ഫാമിംഗ് തുടങ്ങി, ഹണ്ടിങ് തുടങ്ങി, പെയിൻറ്റിങ് തുടങ്ങി. അതൊക്കെയാണ് ഈ ക്രോ മാഗ്നൻസ് ആ സ്പീഷീസിലുള്ള അവരുടെ പ്രത്യേകത. As the Cro-Magnons spread over the earth leads to the formation of different groups called race based on skin color, hair color, predominant blood type, body features and size. ഇങ്ങനെ ഈ ക്രോ-മാഗ്നൻസ് നമ്മുടെ എല്ലായിടത്തും ഭൂമിയിൽ കംപ്ലീറ്റ് ഭൂമിയുടെ എൻവയോൺമെൻറ്റിൽ അവർ സ്പ്രെഡ് ചെയ്തു. അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒരുപാട് സ്പ്രെഡ് ചെയ്തപ്പോഴത്തേക്കുമാണ് അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, അതായത് അവരുടെ സ്കിൻ കളർ അല്ലെങ്കിൽ ഹെയർ കളറിനെ ബേസ് ചെയ്ത്, അവരുടെ സൈസ്, ഷേപ്പ്, അവരുടെ ബോഡി സ്ട്രക്ചറിനെയൊക്കെ ബേസ് ചെയ്ത് കുറേ ഗ്രൂപ്പ്സ്, അതായത് റേസസ് ഉണ്ടാവാനായിട്ട് ഫോം ചെയ്യാൻ തുടങ്ങി. അതും ഈ ക്രോ മാഗ്നൻസിൻ്റെ ഇതിലാണ് റേസസും ഉണ്ടായത്, റേസസും ഫോം ചെയ്തത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ്, ദ മോഡേൺ മാൻ. നമ്മളെല്ലാവരും ഇൻക്ലൂഡ് ആയിരിക്കുന്ന ഹോമോസാപ്പിയൻസ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. The ancestors of Homo sapiens changed from ape to ape-like, then to human, and then to human-like. Apes-ൽ നിന്നാണ് ഹ്യൂമൻ ബീങ്സ്. എയ്പ്സിനെ പോലത്തെ എയ്പ്സിൻ്റെ എന്നത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എയ്പ്സ് ആണ്. അതിൽ നിന്നാണ് ഹ്യൂമൻ ബീങ്സ് ഒറിജിൻ ചെയ്തത്. ആൻഡ് ദേ ചേഞ്ച്ഡ് ഫ്രം 4-legged to 2-legged posture ആൻഡ് ബിക്കം ഇറക്റ്റ് ആൻഡ് ബൈപ്പെഡൽ. അതായത് ആദ്യം 4-legged ആയിരുന്നു, 4 കാലിലാണ് അവർ നടന്നിരുന്നത്. പിന്നെ അത് 2-legged ആയി, 2 കാലിലായി. അത് നമ്മുടെ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇറക്റ്റായിട്ട് വാക്ക് ചെയ്യാൻ തുടങ്ങി, 2 കാല് യൂസ് ചെയ്ത് വാക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഫീറ്റ് ലോസ് ദെയർ ഹാൻഡ് ലൈക്ക് ഫീച്ചേഴ്സ് ആൻഡ് ബിക്കം സ്യൂട്ടബിൾ ഫോർ അപ്രൈറ്റ് വാക്കിംഗ് ആൻഡ് റണ്ണിങ്. നമ്മൾ പറഞ്ഞു ആദ്യം ഇവർ 4 കാലിലാണ് നടന്നിരുന്നത്. അപ്പം ഈ അവരുടെ ഫീറ്റ് എന്ന് പറയുന്നത്, കാലിൻ്റെ പാദം, അതാണ് ഫീറ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് കൈയുടെ റിസ്റ്റിനെ പോലെ ആയിരുന്നു. പക്ഷെ അവർ 2-legged ആയപ്പോഴത്തേക്കും അവരുടെ ആ ഒരു ഫീറ്റിന്, ആ ഹാൻഡിൻ്റെ ഫീച്ചേഴ്സൊക്കെ നഷ്ടപ്പെട്ട് നമുക്ക് വാക്ക് ചെയ്യാനും റൺ ചെയ്യാനും പറ്റുന്ന പാകത്തിൽ ആയി. ആൻഡ് ദ ഹാൻഡ്സ് ബിക്കം മോർ ഡെക്സ്റ്റീരിയസ് ആൻഡ് ഫ്രീ ടു മാനിപ്പുലേറ്റ്, തംസ് ബിക്കം ഒപ്പോസബിൾ. അതായത് ഇവരുടെ ഹാൻഡ്സ്, കൈകൾ കൊണ്ട് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മുടെ കൈ കൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്കില്ലിനെയാണ് നമ്മൾ ഡെക്സ്റ്റീരിയസ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്രീ ടു മാനിപ്പുലേറ്റ്, തം ബിക്കം ഒപ്പോസബിൾ തമ്പാണ്. ഇതുപോലെ ഡെക്സ്റ്റീരിയസ് ആയിട്ട്, അതായത് നമുക്ക് ഒരുപാട് സ്കിൽസ് നമുക്ക് അങ്ങനെ നമ്മുടെ കൈ കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ആൻഡ് ബ്രെയിൻ ഗ്രൂ ലാർജർ ആൻഡ് മോർ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ആർ ഡെവലപ്ഡ്. മറ്റുള്ളവരെക്കാളും കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിനാണ് നമുക്ക്, അവരെക്കാളും കുറച്ചുകൂടി ബ്രെയിൻ കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് മോഡേൺ മാനിന് സാധിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് എവല്യൂഷണറി ചേഞ്ചസ് ഇൻ മാൻ ആണ്. ഹ്യൂമൻ ബീങ്സിനുള്ള ചില എവല്യൂഷണറി ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ്. അതായത് എവല്യൂഷൻ സംഭവിച്ചുണ്ടായ കുറച്ച് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ്. ഇറക്റ്റ് പോസ്ചർ കണ്ടോ, നമുക്ക് ഈ ഒരു പിക്ചറിൽ നമുക്കറിയാം. നമ്മളെല്ലാം ഇപ്പം ആസ്ട്രലോപിത്തക്കസ് ആണെങ്കിലും ഹോമോ ഹാബിലിസ് ആണെങ്കിലും ഹോമോ ഇറക്ടസ് ആണെങ്കിലും നിയാന്തർത്തൽ മാനയിലും ഒക്കെ നമ്മൾ പറഞ്ഞത് അവർക്കും ഇറക്റ്റ് പോസ്ചർ തന്നെയാണ്. പക്ഷേ ഹ്യൂമൻ ബീങ്സുമായിട്ട് ചെറിയ വ്യത്യാസം അവർക്കുണ്ട്. അപ്പോൾ അവരൊന്നെങ്കിൽ അവരുടെ ഹൈറ്റിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫേസിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എന്നാലും ചെറിയ വ്യത്യാസങ്ങൾ ഹ്യൂമൻ ബീങ്സിൽ നിന്ന് അവർക്കുണ്ട്. അപ്പോൾ അവരുടെ ഇറക്റ്റ് പോസ്ചറാണ് മാൻ്റെ ഒരു എവല്യൂഷണറി ചേഞ്ച്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എവല്യൂഷണറി ചേഞ്ച് എന്ന് പറയുന്നത്. ദെൻ ബാലൻസിങ് ഓഫ് ഹെഡ് ഓൺ നെക്ക്, നമ്മുടെ നെക്കിൽ ഹെഡ് ബാലൻസ് ചെയ്യാനുള്ള ആ ഒരു അതാണ് ബാലൻസിങ് ഓഫ് ഹെഡ് ഓൺ നെക്ക് എന്ന് പറയുന്നത്.
ദെൻ വെർട്ടിബ്രൽ കോളം ഷോയിങ് 4 കർവേച്ചേഴ്സ്. വെർട്ടിബ്രൽ കോളത്തിൽ 4 കർവേച്ചേഴ്സ് ഉണ്ട്. ആൻഡ് 4 ലിംബ് ഷോർട്ടർ ദാൻ ഹൈൻഡ് ലിംബ്സ്. നമ്മുടെ കൈകൾ കാലിനേക്കാളും ചെറുതായിരിക്കും എപ്പോഴും. ആൻഡ് സ്മോൾ ജോ ആൻഡ് ടീത്ത്. ജോസ് ചെറിയ ജോസാണ്, ടീത്ത് ഉണ്ട്. ഡെൻ്റൽ ആർച്ചസ് ചേഞ്ച്ഡ് ഷേപ്ഡ് ആൻഡ് ഫുഡ് ഡെവലപ്സ് ഇൻ ടു എ സ്റ്റഡി സപ്പോർട്ട് വിത്ത് കംപ്ലീറ്റ് ബേസ്. നമ്മുടെ ബോഡി വെയിറ്റ് താങ്ങാനായിട്ട് ഒരു കംപ്ലീറ്റ് ബേസ് പോലെ നമ്മൾ പറഞ്ഞാൽ ആദ്യം ഹാൻഡിൻ്റെ ഫീച്ചേഴ്സ് ആയിരുന്നു നമ്മുടെ ഫീറ്റിലുണ്ടായിരുന്നത്. അതൊക്കെ മാറി ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ബേസ്, ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറി നമ്മുടെ ഫീറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ടൂസ് ഷോർട്ടൻഡ്. നമ്മുടെ വിരലുകളുടെയൊക്കെ കാലിൻ്റെ വിരലുകളുടെയൊക്കെ നീളം കുറഞ്ഞു. പെൽവിസ് ഈസ് ഷോർട്ട്, വൈഡ് ആൻഡ് വെർട്ടിക്കൽ. നമ്മുടെ പെൽവിസ് എന്ന് പറയുന്നത് ഷോർട്ട് ആൻഡ് വൈഡ് ആണ്. ആൻഡ് ബ്രെയിൻ എക്സ്പാൻഷൻ, അതായത് ഇൻക്രീസ്ഡ് ക്രേനിയൽ ക്യാവിറ്റി ഇൻക്രീസ് ചെയ്തു. സെറിബെല്ലവും സെറിബ്രോ ഒക്കെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയി, മറ്റൊരെക്കാളും ഡെവലപ്ഡ് ആയി. നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു ബ്രെയിൻ കപ്പാസിറ്റി തന്നെ വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് നമ്മുടെ ബയോളജിക്കൽ എവല്യൂഷൻ ഇൻ മാൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മളിവിടെ കുറേ ടൈപ്സ് ഓഫ്, ഇപ്പം ഹ്യൂമൻ ബീങ്സ് എവോൾവ് ചെയ്ത് വന്ന കുറേ ടൈപ്സ് ഓഫ് ഓർഗാനിസം, അതായത് ഇപ്പം ആസ്ട്രലോപിത്തിക്കസ് കുറേ സ്പീഷീസ് നമ്മൾ കണ്ടു. അതായത് ഇപ്പം റാമാപിത്തിക്കസ്, ആസ്ട്രലോപിത്തിക്കസ്, ഹോമോ ഹാബിലിസ്, ഇറക്ടസ്, അങ്ങനെ കുറേ സ്പീഷീസുകൾ ഇവോൾവ് ചെയ്താണ് ഫൈനലി ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞതിൽ ഹ്യൂമൻ ബീങ്സ് എത്തി നിൽക്കുന്നത്. അപ്പം നമ്മളിവിടെ അവരുടെ ഒരു ബയോളജിക്കൽ എവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ടിൽ നമുക്ക് അതിൻ്റെ കൾച്ചറൽ എവല്യൂഷനും അവരുടെ ട്രെൻഡ്സ് ഇൻ എവല്യൂഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം.